അക്കൗണ്ട്സ് പോലും മര്യാദയ്ക്ക് ബില്ലെടുത്ത് വെക്കാത്ത എനിക്കോ അവനോ ഇതിനെ കുറിച്ച് ABC അറിയില്ല. അത് എനിക്കറിയാം. ലവ് ആക്ഷൻ ഡ്രാമയുടെ കണക്കുകൾ ഇന്ന് വരെ അവനോ ഞാനോ ഇടപെട്ടിട്ടില്ല. വിശാഖാണ് മുഴുവൻ ബുക്കുകളും ടേക്ക് കെയർ ചെയ്തേക്കണം. ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ എന്ത് പറയാൻ, നശിച്ചു പോട്ടെ. എന്റെ പൊന്നേട്ടാ അങ്ങനൊന്നും പറയല്ലേ, ഇച്ചിരി കാശിന് ആവശ്യം വന്നപ്പോൾ ചെയ്യുന്നത് ശരിയാ. ബുക്ക് മൈ ഷോയുടെ 150 രൂപ ടിക്കറ്റ് എടുത്ത് 2 സിഗരറ്റിന് 36 രൂപ, പിന്നെ ഒരു പപ്സോ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് 300 രൂപയോളം ചെലവെനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് അതിനോട് ശാപമൊക്കെ വരും. അത് കുറേയൊക്കെ ഞാൻ ഭക്ഷണത്തിലാണ് തീർക്കുന്നത്. അതുകൊണ്ടാണ് അത് ദേഷ്യം ഇച്ചിരി പാടാ ഹാൻഡിൽ ചെയ്യാൻ. സൈക്കോ ബാലചന്ദ്രൻ പക്ഷേ ഞാൻ ഒരുപാട് എനിക്കറിയില്ലായിരുന്നു ഇത്രയും വ്യാപ്തിയുള്ള റോളാണ്. കാര്യം സൈക്കോ ഇല്ലാത്ത സമയത്ത് സൈക്കോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ ജീവിതത്തിൽ സൈക്കോയുടെ ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നൊക്കെ ഉള്ളത്. അതും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റും. 40 വയസ്സായി. 40 വയസ്സായ 20 വയസ്സുകാരനെ പോലെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും പൊട്ടനാന്ന് പറയും അല്ലേ. ഇതിന് തിരിച്ചൊരു പോക്ക് പോകരുത്, ഇപ്പൊ കിട്ടുന്ന റെസ്പെക്ട് ഇനി കിട്ടൂല. കാര്യം ഇതിപ്പോ സ്ഥിരം പരിപാടിയായി പറയും. ഈ പ്രാവശ്യം അയാള് തീരുമാനിച്ചുറപ്പിച്ചു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അപ്പൊ ചേട്ടാ ഒരു വീഡിയോ വാളിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. അജു അളിയ ഹായ്, ഇവര് നിനക്കൊരു മെസ്സേജ് തരണമെന്ന് പറഞ്ഞു. എന്ത് മെസ്സേജ് ഇപ്പൊ നിനക്ക് തരിക? ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമായി. പക്ഷേ അജു എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഇപ്പൊ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല കലക്കിനൊരു പെർഫോമൻസ് ഒക്കെ തന്നു നിൽക്കുകയാണ് അജുവും നീരജും. അപ്പൊ അതിന് കൺഗ്രാജുലേഷൻ. പിന്നെ അജു അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ഇടയായിട്ട് അജു കുറച്ച് മെച്ചുവേർഡായി, ഭയങ്കര ഈ പറഞ്ഞ പോലെ സംസാരത്തിലൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. താങ്കൾ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അജു സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരു അളിയ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ ഒരു അജു ഉണ്ട്. ആ അജുവിനെ ഇപ്പൊ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ തിരിച്ചു കിട്ടിയെന്നാണ് പ്രേക്ഷകരും പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാ പരിപാടികൾക്കും. എൻ്റെ പടം തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട്. അജുവിന്റെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള സാധനം OTTയിലും ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ 2 പരിപാടിയും കാണുക, ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അജുവിന്റെയും നീരജിന്റെയും കിഡിലിനൊരു പെർഫോമൻസ് ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലുണ്ട്. ബാക്കി എന്താ അളിയാ നേരിട്ട് കാണുമ്പോൾ പറയാൻ ബാക്കിയൊക്കെ. താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞു വിനയുടെ ആദ്യത്തെ സിനിമയ്ക്ക് എന്നെ വിളിച്ചു, 2ാമത്തെ സിനിമയ്ക്ക് എന്നെ വിളിച്ചു കോഹിനൂർ. കോഹിനൂറിൽ തന്നെ ഒരു ഭയങ്കര ഫേമസ് ഡയലോഗാണ്. അതായത് ആസി പറയുന്നുണ്ട്, കർത്താവ് ആണ്ടിയാണ് എൻ്റെ ഏറ്റവും ഇതെന്ന് പറയുന്നത്. ഭയങ്കര എപ്പോഴും വാട്സപ്പിൽ വരാറുള്ളത് ഇതാണ്. വളരെ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. വിനയ് നല്ല രസകരമായ ഒരു ഫിലിം മേക്കറാണ്, ഫ്രണ്ടാണ് ബേസിക്കലി. ഗെറ്റ് സെറ്റ് ബേബി നല്ല റിവ്യൂസ് ഉണ്ട്. അതെ, അതിന് 2 സന്തോഷം. വിനയും ഉണ്ണി രണ്ടും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ പോസ്റ്റ് മാർക്കോ, മേപ്പടിയാൻ, മാളികപ്പുറം, മാർക്കോ, ഗെറ്റ് സെറ്റ് ബേബി. സോ ദാറ്റ് ഈസ് ലൈക്ക് ചെറിയൊരു ജേണി അല്ല ഉണ്ണിയിൽ സംഭവിക്കുന്നത്. അതിലിപ്പോ ഫൈനലി വിനയുടെ പടമാന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ വെയിറ്റിംഗ് ഫോർ താരം ആക്ച്വലി. ഇപ്പൊ വിനയ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ. 40 വയസ്സായി. അന്ന് കരുതി 40 വയസ്സായ 20 വയസ്സുകാരനെ പോലെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും പൊട്ടനാന്ന് പറയും അല്ലേ. അപ്പൊ ഈ 2ഉം പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കുവാന്ന് തോന്നുന്നു. എനിക്ക് സ്ക്രീനേജ് ഒരു പരിധി വരെ ഒരു നടന് ഹെൽപ്പ് ചെയ്യും. ഒരു പരിധി വരെ ചിലപ്പോൾ നമ്മളുടെ കഥാപാത്രങ്ങളുടെ ഒരു ഏജ് സിനിമ തിയേറ്ററിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ഇപ്പോഴും മുന്നിലൊക്കെ വരുമ്പം ആ പ്രായം തോന്നിപ്പിക്കാം, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ സത്യസന്ധമായിട്ട് എനിക്കിതാവുമ്പം എനിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നാച്ചുറലി വരുമല്ലോ. അപ്പൊ ഞാനിപ്പോ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അത് അഭിനയമോ. മറ്റേന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ അത് അഭിനയം. ഇത് അഭിനയമല്ല, എനിക്ക് ഇച്ചിരി സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെബ് സീരീസ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കൊന്ന് കോവിഡിന് ശേഷം ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ആക്സസ് ഉള്ള ഒരു സംഭവമാണ് വെബ് സീരീസ് എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളമായാലും ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് എല്ലാ ലാംഗ്വേജസിലും. ഇപ്പം നമ്മളിപ്പോ പപ്പേട്ടനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരെയൊക്കെ വെറുപ്പിച്ച ഒരു
ക്യാരക്ടറാണ് സൈക്കോ ബാലചന്ദ്രൻ. അതൊരു എന്താ പറയാ, ഒരു ഇഷ്ടം തോന്നുന്നില്ല ആളോട് ഒരു തരത്തിലും. നമുക്ക് എന്താ പറയാ, ഭിത്തിയിലിട്ട് ഉറക്കാനൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു സംഭവം വന്നത്? അനന്തപത്മനാഭൻ ചേട്ടൻ പറയേണ്ട ഒരു പേരാണ്. ഇൻഫാക്ട് ഈ രണ്ടിലും പത്മരാജൻ സാറിന്റെ മകൻ. അപ്പം അനന്തേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞു KCF-ന്റെ സെറ്റിൽ വന്നപ്പോൾ, ഇങ്ങനെ ഒരു കഥാപാത്രം ദീപു എഴുതി കഥ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ദീപു നമുക്കറിയാം കുഞ്ഞിരാമായണം ഉണ്ണിമൂലം ചെയ്തിട്ടുണ്ട്. ഞാൻ ദീപുവിനോട് ചോദിച്ചു ഇതിലൊരു വേഷം തരാമോ. അപ്പോൾ ദീപു എനിക്ക് ഇതിലെല്ലാ കഥാപാത്രങ്ങളും നായകൻ മാറ്റിയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ബ്ലോഗുകളാണ്. ദീപു ബ്ലോഗ് എഴുതുന്നതാണ് ഈ കഥകളൊക്കെ. ആ ബ്ലോഗുകൾ അയച്ചു തന്നിട്ടുണ്ട്, വായിച്ചു നോക്ക്, ഇഷ്ടമുള്ളത് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അനന്തേട്ടനോട് ഞാൻ ചോദിച്ചു, അനന്തേട്ടൻ ഏറ്റവും ഇഷ്ടം, കാര്യം എനിക്ക് വായിക്കാൻ അനന്തേട്ടനോട് ചോദിച്ചു. കാര്യം അവർക്ക് ഭയങ്കര ലിറ്റററി വായന ഉള്ളവരും, നമുക്കങ്ങനെ പുസ്തക വായന ഒന്നും അങ്ങനെ ഇല്ല. അപ്പം ഇത് വായിച്ചിട്ട് ഇതിൽ ഏറ്റവും മികച്ച കഥാപാത്രം ഒന്നും നമുക്ക് അറിയില്ല. ഞാൻ അനന്തേട്ടനോട് ചോദിച്ചു, അനന്തേട്ട ഇതിൽ ഏറ്റവും നല്ല കഥാപാത്രം ഏതാ? സൈക്കോ ബാലേന്ദ്രൻ. ഞാൻ എനിക്ക് സൈക്കോ ബാലേന്ദ്രൻ അങ്ങനെയാണ് ആ ക്യാരക്ടർ. പ്രവീൺ ചേട്ടനും ദീപുനും ഓക്കെ ആയിരുന്നു, ഡയറക്ടറും. അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി. അപ്പൊ ഞാൻ ദീപുവിനോടും ചോദിച്ചു, അളിയൻ ഏതാ നല്ലതെന്ന് തോന്നുന്നേ. വേറൊരു സാധനം എനിക്ക് ജസ്റ്റ് ഞാൻ വായിച്ചു, ഇല്ലാന്ന് ഞാൻ പറയണില്ല, വായിച്ചു, പക്ഷെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ കിട്ടുന്നില്ല ഏതാ നല്ല ക്യാരക്ടർ. എല്ലാം നല്ലതാ. അപ്പൊ എനിക്കൊരു വ്യത്യാസം തോന്നുന്നത് വേണമായിരുന്നു. ബിക്കോസ് എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു അന്നുണ്ടായിരുന്നത്, കേരള ക്രൈം ഫയൽസ് മറ്റ് ഭാഷകളിൽ ചെല്ലുമ്പോൾ, ഇപ്പം ഞാൻ മറ്റു ഭാഷയിൽ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് തോന്നരുത് ഇയാളൊരു നായക നടനാന്നുള്ളൊരു ഇമേജ് വരരുത്. അത് മനോജ് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെയും നായകനാണോ എന്ന് തോന്നും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിനും കൂടെ ഒരു ക്യാരക്ടർ സൈക്കോ എഗെയിൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ് റോൾസ്. അതേപോലെ ഹോട്ട്സ്റ്റാറിനോട് എനിക്ക് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. സാരഥി ചേട്ടൻ അത് സമ്മതിച്ചു, പ്രൊഡ്യൂസർ. പിന്നെ ചെയ്തത് മുഴുവൻ പ്രവീൺ ചേട്ടനും ദീപുവും പറഞ്ഞു. ഈ ചെവിയിലെ ചെമ്പരത്തി തൊട്ട് മേക്കപ്പ് അവർ ഡിസ്കസ് ചെയ്ത്, കുറി, ബീഡി, ചവക്ക്, എല്ലാം എല്ലാം സൈക്കോ ബാലേന്ദ്രൻ. പക്ഷേ ഞാൻ ഒരുപാട് എനിക്കറിയില്ലായിരുന്നു ഇത്രയും വ്യാപ്തിയുള്ള റോളാണ്. കാര്യം സൈക്കോ ഇല്ലാത്ത സമയത്ത് സൈക്കോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ ജീവിതത്തിൽ സൈക്കോയുടെ ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നൊക്കെ ഉള്ളത്. അതും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റും. ബ്ലോഗിൽ ഇത്ര ഇല്ല. ബ്ലോഗിൽ സൈക്കോ ബാലേന്ദ്രന്റെ ഒരു കഥയേ ഉള്ളൂ. അയാൾ തിരക്കഥ വന്നപ്പോ അത് വേറെ ആയില്ലേ. നമ്മുടെ ഈ വീഡിയോ വന്നപ്പോ തന്നെ ഞാൻ ഗെയിം സ്കിപ്പ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ്, ടെൻഷൻ വരുമ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന 3 ഭക്ഷണങ്ങൾ. സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചോക്ലേറ്റ് ഇഷ്ടമാണ്. ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ ചോറ്. ഞാൻ വീണ്ടും പറയുന്നു, ടെൻഷൻ വരുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കും. അത് കുറേ കഴിക്കും. എനിക്ക് ചോറെന്ന് വന്നത് കുറേ ചോറ് വേണം. കറിക്ക് മീൻ വറുത്തത്, ചെറുപയർ, മോരുകറി. ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രയോഗിക്കാറുള്ള 3 സിനിമാ ഡയലോഗുകൾ. സെൻസിബിലിറ്റി യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത്, ചുമ്മാ. പിന്നെ വീട്ടിലെ സിനിമ ഡയലോഗ് എന്തെങ്കിലും യൂസ് ചെയ്യോ പിള്ളേരോട്? ഇങ്ങനെ ഇല്ല, അവർക്കായിട്ടില്ല. മാത്രമല്ല എനിക്ക് അവരുടെ ഒരു ഏജിൽ അങ്ങനെ അവരായിട്ടില്ലല്ലോ. പിന്നെ അവർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പടങ്ങളായിരിക്കില്ല, നമ്മൾ പറയുന്ന പടങ്ങളായിരിക്കില്ല, ഇപ്പോഴത്തെ കൊറിയൻ വല്ല സാധനമൊക്കെ ആയിരിക്കില്ല. അവർക്ക് അത്ര കൊറിയൻ ഇൻഫ്ലുവൻസ് ഇല്ല സ്റ്റിൽ. എന്നാലും അവരുടെ ഒരു ട്രെൻഡ് വേറെയാണല്ലോ. ആടിക്കോ, ഇനി ആടിക്കോ, അത് പറയാറുണ്ട്. ചേച്ചിയോട് എന്തെങ്കിലും പറയാറുണ്ടോ റൊമാൻറ്റിക് ആയിട്ടോ? അല്ലെങ്കിൽ സിനിമ ഡയലോഗ്? ഭയങ്കര റൊമാൻറ്റിക് വ്യക്തി അല്ല, അതെനിക്കും തോന്നി. അപ്പോ ഇത് രണ്ടുമാണ് എന്റെ അറിവിൽ വന്നിട്ടുള്ളത്. പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ലൊക്കേഷനിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച 3 നടന്മാർ. ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, ബിജു മേനോൻ. അല്ലാതെയും രക്ഷാധികാരി, ലവകുശ, ആദിരാത്രി,
പക്ഷെ വെള്ളിമങ്ങയുടെ നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് ഭയങ്കര നീരജിന്റെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഫിലിമിൽ മൊത്തത്തില് നല്ല രസമാണ് കണ്ടിരിക്കാനും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബേസിൽ ജോസഫ് ഒരുപാട് ചിരിപ്പിക്കുന്ന അതെ ആക്ടർ ഡയറക്ടർ. അല്ലാണ്ട് തന്നെ ബേസിലേട്ടന് മൊത്തം ചിരിയാണ്. അതെ അതെ ഒരുപാട്. വിനീത് വിനീത് എനിക്ക് അതിൽ ഐ എം ബ്ലെസ്ഡ്. കുറെ ചിരിക്കാനുള്ള തമാശകളൊക്കെ കുറെ തമാശകൾ സംഭവിക്കുന്ന ഇതിൽ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന സിനിമയുടെ ഒരു ജോണറും ബാധിക്കും കേട്ടോ. നമ്മളിപ്പോ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഹ്യൂമർ പടമാണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു മൂഡും, ഇപ്പൊ ഭയങ്കര ഡാർക്ക് ഒക്കെ പടമാണെങ്കിൽ അതിന്റെ ഒരു മൂഡും കുറച്ചൊക്കെ റിഫ്ലക്ട് ചെയ്യും. എല്ലാരും അതിന്റെ ഭയങ്കര ഡാർക്ക് സീൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത് പറയുന്നില്ല, ഭയങ്കര ഒരു ക്രൂവൽ സീനാ. ഞാൻ ചെയ്യും ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് ഞാൻ ചോദിച്ചവരോട് വേണോ ഇത്രയൊക്കെ. പിന്നെ നമ്മളത് ചോദിക്കുന്ന അത് നമ്മുടെ മാത്രം ഇതല്ലല്ലോ. അപ്പൊ അവിടുത്തെ ഒരു അന്തരീക്ഷം ഞാൻ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു മരവിപ്പ് ഫീൽ ചെയ്തായിരുന്നു. നമുക്കറിയാം അത് അഭിനയമാണ്, പക്ഷെ എൻ്റെ ഒരു മരവിപ്പ് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ആണ്. ഇത് നോക്കിയിരുന്ന് ഇതിന് കൊതി കിട്ട് എന്റെ വയറും ചേടാക്കിട്ട് ഇറങ്ങുന്നുണ്ടോ? ഒരു മൊന്ത ചോറിട്ട് നിന്നൂടെ? ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇപ്പൊ നിവിൻ ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയാണ്? നിവിൻ പോളി ആൻഡ് അജു വർഗീസ്. അത് ഈ അടുത്ത ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള വ്യക്തി ഗംഭീരമായ ഒരു കോമഡി ആക്ടറും കൂടെയാണെന്ന്. കോമഡിയും കൂടെ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അത് പ്രേക്ഷകർക്ക് അറിയാം, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ഞാനും ആ സിനിമകൾ കാണുമ്പോൾ ഇയാൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ബട്ട് നമ്മളില്ലാതെ കോമ്പിനേഷനിൽ വന്നുള്ള സിനിമകൾ വീണ്ടും കുറേ നാളെ കഴിഞ്ഞ് കാണുമ്പോഴാണ് ഇന്നിത് മിസ് ചെയ്തു. ഇന്ന് കുറേ കാലമായി പുള്ളിയിൽ നിന്ന് ഇത് കിട്ടിയിട്ട് അത് വന്നപ്പം വെറുതെ കിട്ടിക്കൊണ്ടിരുന്നപ്പോ അതിനൊരു വിലയില്ലായിരുന്നു എന്നും മനസ്സിലായത്. അതെ അത് ഇപ്പൊ അത് കൊതിക്കുന്നു. ലവ് ആക്ഷൻ ഡ്രാമ ഞാൻ ഇന്റർവ്യൂവിൽ ഓൺ റെക്കോർഡ്സ് പറഞ്ഞിട്ടുണ്ട് ബിഫോർ റിലീസ്. ദുബായിലെ എനിക്ക് തോന്നുന്നു മിഥുൻ ചേട്ടന്റെ ഏതൊരു ഷോ ഇല്ല, മിഥുൻ ചേട്ടന്റെ അല്ല വേറൊരു ഷോ ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു ഇത് ദിനേശിന്റെ ഷോ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ഷോ ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് വളരെ രസകരമായി കോംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരു ഫ്രീഡം തരുന്ന ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിവിൻ ചേട്ടന്റെ ആയാലും ഒരു വീഡിയോ മേക്കോ ലൈക് പ്രേമത്തിന്റെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു നോട്ടം. ഇപ്പൊ ഞാൻ വിനീതേട്ടന് ഇന്റർവ്യൂ ചെയ്തപ്പോ വിനീതേട്ടൻ പറഞ്ഞു നിവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, നോട്ടായാലും അത് അവനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഡയറക്ടർ അയാളെ 2 പടം 3 പടം അപ്പൊ അങ്ങനത്തെ ഒരു നോട്ടം കൊണ്ടുള്ള ആ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കരമായിട്ട്. പിന്നെ മേക്ക് ഓവർ ഏറ്റവും കൂടുതൽ നിവിൻ ചേട്ടൻ ഫേസ് ചെയ്തത് ബോഡി ഷേമിംഗ് ആയിരുന്നു. അത് അന്ന് വെച്ചാൽ ഭയങ്കര വേസ്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയാം. പക്ഷെ ഇപ്പത്തെ ആ മേക്ക് ഓവർ ആ ഗെറ്റപ്പ് തിരിച്ചു വന്ന ഒരു അതിനൊക്കെ എങ്ങനെയാ അജു ചേട്ടൻ? വെരി ഹാപ്പി. അത് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു, ദേവി ഇതിന് തിരിച്ചൊരു പോകരുത്, ഇപ്പൊ കിട്ടുന്ന റെസ്പെക്ട് എനിക്ക് കിട്ടൂല. കാര്യം ഇതിപ്പോ സ്ഥിരം പരിപാടിയായി പറയും. ഇല്ല, ഈ പ്രാവശ്യം അയാള് തീരുമാനിച്ചുറപ്പിച്ച രണ്ടും കൽപ്പിച്ച് നിവിൻ. അതെ, എല്ലാവരും ഹാപ്പിയാണ്. നിവിൻ ഫാൻസ് അല്ലാത്തവര് പോലും. ചിലർക്ക് ഇപ്പം മറ്റ് സൂപ്പർ സ്റ്റാർസിന്റെ ഫാൻസ് ആയിരിക്കും, പക്ഷെ അവരെല്ലാം ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ആ നിവിൻ ചേട്ടനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ നിവിൻ ചേട്ടനെ കുറച്ചാളായില്ലേ കാണാൻ തോന്നുന്നു. അതെ, കാരണം ഇപ്പത്തെ ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ ചേട്ടന്റെ തട്ടത്തിന് മറയത്ത് പ്രേമം എല്ലാം കണ്ടിട്ടാണ് കോളേജ് ലൈഫ് അതൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ പോയ ആ നിവിൻ ചേട്ടനെ കാണാൻ ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ആ മൂവീസ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. അതെ, നിവിന്റെ പേരെടുത്ത് ഓശാനൊക്കെ ആയാലും ബാംഗ്ലൂർ ഡേയ്സ് 1983 ആക്ഷൻ ഹീറോ ബിജു. അതെ, ആക്ഷൻ ഹീറോ ബിജു പറയാനാണെങ്കിൽ വടക്കൻ സെൽഫി. അതായത് 7, 8, 10 അടുത്ത് ഹൈ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ അത് അയാൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോളൂ. ചെറുതല്ലല്ലോ 8, 10 എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പറയുന്ന കേൾക്കുന്നത്, പണ്ടത്തെ സിനിമാസ് വീണ്ടും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഇറങ്ങുന്ന മൂവീസ് അങ്ങനെ വീണ്ടും
ഒരു സെക്കൻഡ് ടൈം ഒന്ന് കാണണമെന്നോ അല്ലെങ്കിൽ തേർഡ് ടൈം കാണണമെന്നോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പോൾ കാണാൻ പറ്റുന്ന ഇപ്പൊ മൂവീസ് ഇല്ല എന്ന് കുറച്ച് ഇല്ല നല്ല കുറവുണ്ട്. ഇപ്പൊ എനിക്ക് വാഴ ഞാൻ 2 വട്ടം കണ്ടു. വാഴയൊക്കെ ആവേശം ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്. ഇനിയും TV വന്നാലും ഞാൻ വാഴ ആവേശം. പിന്നെ അത് ചുമ്മാ എനിക്ക് തോന്നുന്നു അത് ഞാൻ അത്ര യോജിക്കില്ല. നമ്പേഴ്സ് ചെയ്യാം. പണ്ട് നമുക്ക് ഒരു വർഷം തന്നെ കുറേ ഹ്യൂമർ ഫിലിംസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് വ്യൂ ഉള്ള. പക്ഷെ ഇന്ന് മരുന്നൊക്കെ ഉണ്ട്. പിന്നെ അത്രയും വലിയ പെർഫോമൻസ് ഇപ്പൊ ഇല്ല, മനസ്സിലായി? അങ്ങനത്തെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഇല്ല. നമ്മളൊക്കെ അല്ലേ, ഒരു പരിധി ഇല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലീസിനായി ഏറ്റവും അധികം കാത്തിരുന്ന 3 സിനിമകൾ. ഭയങ്കര പ്രാഞ്ചിയേട്ടൻ, രഞ്ജിത്ത് സാറിന്റെ സിനിമകൾ പേഴ്സണലി ആ സമയത്ത് കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. സ്പിരിറ്റ്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇത്രയും സിനിമകൾ ചേട്ടൻ ചെയ്തതിലും ചേട്ടന്റെ ഒരു പടമായിട്ട് ഇത് മാത്രം അങ്ങനല്ല. ഇത് 1 വർഷം മുന്നേ ഷൂട്ട് ചെയ്തല്ലോ. അപ്പൊ എനിക്ക് പപ്പനെ ഞാൻ അന്നേ പറഞ്ഞല്ലോ, താങ്ക് യു പറഞ്ഞു കഴിഞ്ഞല്ലോ. കാര്യം ഇത്രയും നല്ല റോൾ ആയതുകൊണ്ട് എനിക്കത് അതിന് മുന്നേ ഇന്റർവ്യൂസ് പപ്പൻ നല്ല റോളാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കതൊന്ന് ഇറങ്ങണം എന്ന് ഇറങ്ങും. ചേട്ടന്റെ ഒരു മൂവിക്ക് ഇത്രയും കാത്തിരുന്ന ഒരു റിലീസ് ഏത് മൂവി ആയിരിക്കും? മൂവി ആയിട്ട് പറയുകയാണെങ്കിൽ ലവ് ആക്ഷൻ ഡ്രാമ ഒന്നിറക്കാൻ വേണ്ടി കാത്തിരുന്നു. അത് പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്ക് ഒന്നിറങ്ങിയാൽ മതിയായിരുന്നേന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത, അജു വർഗീസിന് ദേഷ്യം വരുന്ന 3 കാര്യങ്ങൾ. ഒരു 23-25 വയസ്സ് വരെ എനിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന വ്യക്തി അല്ലായിരുന്നു ആക്ച്വലി. 22 കോളേജ് ഇറങ്ങി ജോലി ചെയ്തിരുന്ന 1 വർഷം വരെ എനിക്കങ്ങനെ ദേഷ്യം വരില്ല ആക്ച്വലി. പക്ഷെ പിന്നെ അത് മാറി, ഭയങ്കരമായിട്ട് മാറി. അതുകഴിഞ്ഞിട്ട് 3 വർഷം 3-4 വർഷം കഴിഞ്ഞ സിനിമ വരുന്നത് തന്നെ. അപ്പൊ പെട്ടെന്ന് ചോദിക്കാമോ സിനിമ വന്നുകൊണ്ട് അല്ല, എന്തോ പിന്നെ എനിക്ക് റിയാക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ദേഷ്യം അറ്റ്ലീസ്റ്റ് ഇച്ചിരി ഉണ്ട്. ഇപ്പൊ അതിന് ഞാനൊരു മാനേജ്മെന്റ്, അത് കുറെയൊക്കെ ഞാൻ ഭക്ഷണത്തിലാണ് തീർക്കുന്നത്. അതുകൊണ്ടാണ് അത് ദേഷ്യം ഇച്ചിരി പാടാ ഹാൻഡിൽ ചെയ്യാൻ. അതല്ല, ഇപ്പൊ ഇത്രയും വർഷം ദേഷ്യം വരാത്ത ആൾക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ദേഷ്യമുള്ള അറിയില്ല. എനിക്ക് ഭയങ്കര ക്ഷമയുള്ള ആളായിരുന്നു, ഭയങ്കരമായിട്ട്. കോളേജിൽ പഠിക്കുന്ന സമയം, സ്കൂളിൽ പഠിക്കുന്ന സമയം, കോളേജ് കഴിഞ്ഞ ജോലിയുള്ള സമയം, എന്തോ കുറേ നാൾ എനിക്കൊന്ന് വെറുതെ ഇരുന്ന ആ സമയത്ത്. ഇല്ലല്ല, കോളേജ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഒരു ബ്രേക്ക് വന്ന ടൈമിൽ എനിക്ക് ജോലി ഇല്ലാതിരുന്ന് കുറെ ആ സമയത്ത് തോന്നും. മേ ബി ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് അങ്ങനെ ഒരുപാട് മദ്യപാനം ഒക്കെ വന്നിട്ട് നമ്മുടെ ഒരു ഇത്, പിന്നെ അങ്ങ് ദേഷ്യം വരുന്ന ഒരു സമയം വരാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പബ്ലിക്കായിട്ട് ഇത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. മുറിയിൽ പോയിരുന്നിട്ട് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് പറയും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാളെ അബ്യൂസ് ചെയ്യല്ല, നമ്മുടെ ദേഷ്യം പറയും. ഏറ്റവും കൂടുതൽ അജുചേട്ടന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചേക്കുന്ന ഒരു വ്യക്തി ഏതാ? അപ്പാർട്ട് ഫ്രം ഫിലിം അല്ലാതെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആളുടെ പ്രസൻസ് അല്ലെങ്കിൽ ആളുടെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തേക്കുന്ന വ്യക്തി? ഒരു വ്യക്തിയായിട്ട് പറയാൻ പറ്റില്ല. ഓരോ സിറ്റുവേഷനിലും അതനുസരിച്ച് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേർഡ് ക്രിഞ്ച് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ അദ്രി ജോയുടെ കൂടെ ഞാൻ സംസാരിച്ചപ്പോൾ, അദ്രി ജോ ആയിട്ട് കോൺവേഴ്സ് ചെയ്തപ്പോൾ അദ്രി പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഞാനത് അത് ഇന്നലെ മിനിഞ്ഞാന്നോ, അതുകൊണ്ടാണ് എൻ്റെ നല്ല ഓർമ്മയിൽ അതിരുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തുകൊണ്ടാണ് എനിക്കത് എൻ്റെ രീതി പറയാൻ പറ്റിയത്. അയാളുടെ പറയുന്ന എസെൻസ്, അയാൾ എനിക്കത് പറഞ്ഞത്, അതങ്ങനെ പലരും നല്ലത് എവിടുന്നെങ്കിലും നമുക്കറിയാതെ നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അറിയാതെ നമ്മളിലോട്ട് വന്ന് അത് മാഗ്നറ്റായി പോലെ കയറും.
ഇപ്പം അജു ചേട്ടൻ ആഗ്രഹിക്കുന്നത് റിപ്പീറ്റഡ് ആകാതെ ശ്രമിക്കുക, ക്യാരക്ടേഴ്സ് ഒട്ടും റിപ്പീറ്റേഷൻ വരാതെ ശ്രമിക്കുക. പക്ഷെ നമ്മുടെ ഇപ്പൊ ഫിലിം എടുത്തു നോക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ, ഇപ്പൊ ക്യാരക്ടേഴ്സ് റിപ്പീറ്റഡ് ആകാതിരിക്കാനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് വരാൻ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും നിന്നിട്ട് വീണ്ടും ബാക്ക് ടു വണ്ണേന്ന് തൊട്ട് ചിലപ്പോൾ തുടങ്ങേണ്ടി വരും. അപ്പം അതെങ്ങനെയാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? റിപ്പീറ്റഡ് ആകാതെ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ജേർണി എങ്ങനെയാ? എനിക്ക് അതിനുള്ള ടൈമൊന്നും ആയിട്ടില്ല. ഞാൻ അങ്ങനെ ക്യാരക്ടേഴ്സ് അധികം പ്ലേ ചെയ്തിട്ടില്ല. ഓക്കെ. സൈഡ് കിക്ക് കൊമേഡി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നിട്ടുള്ളൂ. കഥാപാത്രങ്ങളായിട്ട് ഇപ്പൊ പറയാൻ വളരെ ചുരുക്കം കഥാപാത്രങ്ങളുള്ളൂ. അപ്പം എനിക്ക് അതിനുള്ള സമയമായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സമയം വന്നാലും ആ സമയത്തെ ഡയറക്ടേഴ്സ് അല്ലേ നമ്മൾ ഇങ്ങനെ ഇപ്പൊ കൊണ്ടുപോകുന്ന ഓരോ സിനിമയുടെയും ഡയറക്ടർ അല്ലേ, ആ ഡയറക്ടർക്ക് വിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ധൈര്യം. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തല്ലോ ഇത് ചെയ്തേ, ഇതൊന്നും കിട്ടിയത്. അജുചേട്ടന് ക്യാരക്ടർ റോൾസ് ഇപ്പോൾ കൂടുതൽ ചോദിച്ചു വാങ്ങുന്നത് ഇപ്പൊ നായകനാണോ? നായകൻ വേണ്ട, എനിക്ക് നായകനായിട്ട് എനിക്ക് അങ്ങനെ വരാറില്ല, വന്നിട്ടില്ല എന്നല്ല, അധികം ഒന്നും വരാറില്ല. എന്നാലും ക്യാരക്ടർ റോൾസ് അറിയാനാണ് ചേട്ടന് കൂടുതൽ ഇൻട്രസ്റ്റ്. ലെങ്ത് ഉള്ള ഒരു കോമഡി റോളിനേക്കാളും ചെയ്തിട്ടുള്ള ലെങ്ത് ഉള്ള ഒരു കോമഡി റോളിനേക്കാളും ചെയ്യാത്ത വളരെ കുറവ് സീനുള്ള ഒരു കഥാപാത്ര വേഷത്തിന് ഞാൻ മുൻഗണന ഇപ്പൊ കൊടുക്കും. ഓക്കെ. ഇപ്പൊ ഈ കോമഡി റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ഇങ്ങനെ വരുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ഏതെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല. കാര്യം അങ്ങനെ വല്ലപ്പോഴും ഇപ്പൊ വരാറുള്ളൂ, ചൂസ് ആയപ്പോ തൊട്ട്. അല്ല, ചൂസ് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യുന്ന ഒരു സമയത്ത് എല്ലാം വരും. പക്ഷെ അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രേക്ഷകർ നമ്മൾ നേരിട്ട് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഒരു സിനിമ കാണണമെങ്കിൽ 100 രൂപയുടെ പെട്രോൾ അടിച്ച് ബുക്ക് മൈ ഷോയുടെ 150 രൂപ ടിക്കറ്റ് എടുത്ത് 2 സിഗരറ്റിന് 36 രൂപ, പിന്നെ ഒരു പപ്സോ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് 300 രൂപയോളം ചെലവെനിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ മുഖത്ത് വെച്ചിട്ട് ഉള്ള ഒരു ഡാമേജ് അവർക്ക് ഉണ്ടാകുന്നതിൽ കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം പോസ്റ്റ് കോവിഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് സാമ്പത്തികമായി എനിക്ക് നേട്ടം കുറവാണ് സത്യസന്ധമായി പറഞ്ഞ. ഇതൊന്നും ബോധർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം ആക്ച്വലി. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ശാപം കൂടെ വരും. ഇവരുടെ കാശ് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊള്ളാത്തൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മോശമായാലും ഐ ഡോണ്ട് റിഗ്രറ്റ്. ഇപ്പം സാറ്റർഡേ നൈറ്റോ സാജൻ ബേക്കറോ ചെയ്തതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. എനിക്ക് ആ സിനിമകൾ വർക്കാം, എനിക്ക് ആ കഥാപാത്രങ്ങൾ സിനിമകളെക്കാളും കഥാപാത്രങ്ങൾ വർക്കാം ആസ് എ നടൻ. പക്ഷെ നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ പേര് പറയാൻ പറ്റില്ല ആ സിനിമകളുടെ. അത് ചെയ്ത് ഒഴിവാക്കാമായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മനസ്സിലായി. ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും. അത് റിസൾട്ട് സിനിമ തിയേറ്റർ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു സിനിമ മോശമായി വന്നാലും നന്നായി വന്നാലും ആസ് എൻ ആക്ടർ എനിക്ക് എല്ലാ സെറ്റിൽ നിന്നും ഒരു ലേണിംഗ് കിട്ടും, അറിഞ്ഞോ അറിയാതെ. പക്ഷെ എൻഡോഴ്സ്മെന്റ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചത്, അപ്പുറത്തൊരാളുടെ കാശ് അയാൾ എവിടെയോ നമുക്ക് തരുന്നൊരു ഗുഡ് വില്ലിൽ പോകുന്നതാണ്. അപ്പം അത് എനിക്ക് കാശ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പരസ്യങ്ങൾ ചെയ്ത കാശ് കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. ഞാൻ ചെയ്തിട്ടുണ്ട് കോവിഡിൽ. ആ സമയത്താണ് എനിക്ക് ഒരാൾ ഭയങ്കര ക്രിറ്റിസിസം വന്നു. നമ്മൾ ഒരു പേര് പോലും ഞാൻ അതിന് പറയുന്നില്ല, ഇതേപോലത്തെ ഒരു ആപ്പിൻ്റെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് അതിനോട് ശാപമൊക്കെ വരും. ഈ പറഞ്ഞ നീ നശിച്ചു പോട്ടെ, എന്നെ പൊന്നേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഇച്ചിരി കാശിന് ആവശ്യം വന്നപ്പോൾ ചെയ്താൽ ശരിയാ. പക്ഷേ ശരി, അത് ചെയ്യരുത്. അത് ഇൻഡയറക്ട്ലി അത് ആരെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക. ശരിയാ, ഇച്ചിരി ടൈറ്റ് ആവും, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അയച്ചേട്ടാ, സിനിമയ്ക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ടെന്ന് അയച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരിലോട്ടും ഇല്ല. സിനിമയോട് ഇഷ്ടമുള്ളവരോട് ഉണ്ട്. സിനിമയെ ഒരു താല്പര്യമില്ലാത്ത വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാൻ പോലും. അപ്പോഴാണോ പ്രവർത്തിക്കാൻ? അങ്ങനൊന്നുമില്ല. എത്രയോ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ സിനിമ കാണാൻ പോലും സമയമില്ല. രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് സിനിമ കാണാൻ താല്പര്യവും സമയവും ഇല്ല. എനിക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, സിനിമയൊന്നും കാണാൻ ഒരു താല്പര്യമില്ല. എത്രയോ മതസ്ഥാപനങ്ങളിൽ, മതസ്ഥാപനമല്ലല്ലോ, എന്താ പറയാ, മതസ്ഥാപനങ്ങളിൽ കറക്റ്റ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ചാരിറ്റബിൾ സ്കൂളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സൊസൈറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സിനിമയൊന്നും അങ്ങനെ കാണാറില്ല. അത് അവര് സങ്കടത്തോടെ അല്ല പറയണേ, അയ്യോ ഞങ്ങൾക്ക് സിനിമയൊന്നും കാണാൻ അല്ല. അവർക്ക് അതൊന്നും അങ്ങനെ ഒരു മീഡിയം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന അവർ വിശ്വസിക്കുന്നില്ല, അവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട്
സിനിമയോടും കൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര മാജിക്. അതെ, ആ ഒരു മാജിക് അജുശേട്ടനിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് ഒരു മാജിക് ഉണ്ട്, അത് ഇവിടെ റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പൊ അജുശേട്ടാ, ഇപ്പൊ സ്ക്രീനിൽ കൂടെ ഇമേജസ് ഇങ്ങനെ പെട്ടെന്ന് വരും. അപ്പൊ പെട്ടെന്ന് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയാം. വടക്കൻ സെൽഫിയുടെ ഷൂട്ടിൽ കാറിൽ യാത്ര ചെയ്യുക, ലൊക്കേഷനിലോട്ട് പോവാം. 2015 കണ്ണൊക്കെ ഇങ്ങനെ ബൾബ് കത്തിയ പോലെ. ആ സമയത്ത് പൗട്ട് ചെയ്യുക എന്നുള്ളൊരു ഇപ്പോഴത്തെ സ്കിബിഡിയൊക്കെ പോലെ അല്ലെങ്കിൽ റിസ് ഒക്കെ പോലെ അന്നത്തെ ഇങ്ങനെ ധ്യാനൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. സെൽഫി എടുക്കൽ കൂടുതലുള്ള ടൈമായിരുന്നു, പിന്നെ നിന്നുപോയി. ഇത് സാജൻ ബേക്കറിയിലെ പാസ്റ്റിൽ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ലെന ചേച്ചിയുടെ എന്റെയും കൂടെ അവര് കട്ട് ചെയ്ത 2 ഫോട്ടോസ് ഉണ്ടാക്കിയത് ആർട്ടിലെ അവര്. 2 കൺട്രീസിന്റെ സമയത്ത് എയർപോർട്ട് അപ്പുറത്ത് മമതയുണ്ട് ആക്ച്വലി വേറൊരു ഫോട്ടോയില്. ഈ സെൽഫിയുടെ അപ്പുറത്ത് മമതയുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തതാ 2 കൺട്രീസ്. ഇത് അമ്മ മീറ്റിംഗ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തപ്പോ ബാക്കിൽ നിന്ന് ഞാൻ പർപ്പസ്ഫുള്ളി നമ്മള് മലർവാടിയുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ, അതായത് ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ. അതെ, അതിന്റെ ഗെറ്റപ്പിലാണ്. അയ്യോ, അതിലത്തെ ചേട്ടൻ എന്നാ ചെറുതല്ലേ. 25 വയസ്സ്. 25 വയസ്സ്. അന്ന് ഞാൻ സിനിമ TV പോലും കാണുമ്പോ ഞാൻ ഇങ്ങനെ അജുചേട്ടനെ ഇച്ചിരിയും കൂടെ മെന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് പിന്നെ കഥാപാത്രം ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. ഇതൊരു ആ വെയിലും എനിക്കൊന്ന് ഷൂട്ടൊക്കെ കഴിയാറേ മാന്യമഹാജനങ്ങളെ പാട്ടിന്റെ ഇടയ്ക്ക്. എനിക്കൊന്നു ഈ മലർവാടിയുടെ ഷർട്ട് എത്രയോ നാള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മലർവാടിയുടെ ഷർട്ടല്ല, മലർവാടി കാണാൻ തിയേറ്ററിൽ ഇട്ടോണ്ട് പോയ ഷർട്ട്. മലർവാടി, തട്ടത്തിമറത്ത്, വടക്കൻ സെൽഫി, ഓം ശാന്തി ഓശാന, കുറെ സിനിമകൾ ഫസ്റ്റ് ഡേറ്റ് ഇട്ടുണ്ട്. ഷർട്ടുകളെല്ലാം അത് കേറില്ല, സൂക്ഷിച്ചിങ്ങനെ. ഓക്കെ. എനിക്ക് ഇതിനു മുന്നേ സമൃദ്ധ ചേച്ചില്ലേ, സമൃദ്ധ സുനില്, ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ഫിലിമിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഇങ്ങനെ വെക്കും. അങ്ങനെ അതിലൊരു പ്രശ്നമുണ്ട്, ആ സിനിമ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഓടിയില്ലെങ്കിൽ സങ്കടമായി മാറും അത്. അതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യാറില്ല. ഓക്കെ. അപ്പം അജുചേട്ടാ, ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു കോംബോ ധ്യാൻ ശ്രീനിവാസൻ, ഈ ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ അത് ചോദിക്കണം. അതിന് മുന്നേ ഇപ്പം ധ്യാൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിരിച്ച ഫേസ് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒരു പ്രസ് മീറ്റില് സംതിങ് അൺയൂഷ്വൽ ആയിട്ട് ചോദിച്ചു. ആ ഒരു ചോദ്യം വേറെ രീതിയിലും ധ്യാൻ ചേട്ടന്റെ ഒരു നമ്മൾ ഇതുവരെ കാണാൻ വെച്ചാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനത്തെ ഇപ്പൊ ഒഫൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗത്തായാലും അങ്ങനെയൊക്കെ. അപ്പൊ ഈ ലേറ്റസ്റ്റ് വന്ന ഈ ഇഷ്യൂവിനെ കണ്ടതിന് ശേഷം ധ്യാൻ ചേട്ടനായിട്ട് സംസാരിച്ചു. ഞാൻ അതിനെ കുറിച്ച് പറയുകയും ചെയ്തു. അതായത് ആ കോൺവെർസേഷൻ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ കുട്ടി പറയുന്നില്ല ആദ്യം പറഞ്ഞ, പിന്നെ ഇവരെല്ലാരും കൂടെ പറയാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ പിന്നെ അവൻ പറയുമല്ലോ. അത് സംഭവിച്ചു, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന്റെ ക്ലാരിഫിക്കേഷൻ സാധാരണ കൊടുത്തിട്ടുണ്ട് ഇന്നലെ. പിന്നെ അതിനെ കുറിച്ചും പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബിക്കോസ് അത് വലിയൊരു അലിഗേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡൗട്ടിലോട്ടാണ് അത് എത്തിക്കുന്നത്. വിച്ച് എൻ്റെ അറിവിലോ എൻ്റെ പ്രവർത്തിച്ച സിനിമകളിലോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ വഴി പറഞ്ഞു തന്നാലല്ലേ ഇത് പറ്റുള്ളൂ, ഈ പറഞ്ഞ കാര്യം. ഇത് എനിക്ക് അക്കൗണ്ട്സ് പോലും മര്യാദയ്ക്ക് ബില്ലെടുത്ത് വെക്കാത്ത എനിക്കോ അവനോ ഇതിനെക്കുറിച്ച് ABCD അറിയില്ലാതെ എനിക്കറിയാം. പിന്നെ റൈറ്റ് കൗണ്ടറുകൾ വന്നില്ല, ആ മൊമെന്റിൽ തമാശകരമായ കൗണ്ടർ വന്നില്ല. അത് വളരെ സീരിയസ് ഒരു വിഷയമാണ്. അപ്പൊ അതിനെ എനിക്ക് തോന്നുന്നു അഡ്രസ് ചെയ്യേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ അവനല്ല, അപ്പുറത്ത് ഡാർവിൻ ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയാണ് അതിനെ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലേ? അത് അവരെ ഏറ്റെടുത്ത് ആ സമയത്ത് അഡ്രസ് ചെയ്യണമായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അൺഫോർച്ചുനേറ്റ്. ആ കുട്ടിയോടും എനിക്ക് തോന്നിയത് അയാളുടെ ചോദ്യത്തിന് ഒരു കുഴപ്പമില്ല. അയാൾ ആസ് എ മാധ്യമ പ്രവർത്തകൻ, ജേർണലിസ്റ്റ്, അയാൾക്ക് അങ്ങനെ അയാൾ മാക്സിമം ഒഴിഞ്ഞിട്ടുമുണ്ട്. അയാളെ കുറ്റം പറഞ്ഞാൽ ധ്യാൻ തന്നെ പറയണ്ടല്ലോ അയാളെ കോർണർ ചെയ്യല്ലെന്ന്. അപ്പം ഒഴിവാക്കാമായിരുന്നു. അതൊരു പ്ലസന്റ് മീറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളോട് അതത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ എന്നോട് വന്നിട്ട് വത്തിക്കാൻ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പിന്റെ ജോലി എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്നാ ഒരു അഭിപ്രായമായിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം ഇതാണ് എന്ന് പറയാം. അല്ലാതെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല.
അത് പറയേണ്ടത് പ്രൊഡ്യൂസറാണ്. അപ്പൊ അവിടെയോട്ടായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. ധ്യാനോട് ചോദിച്ച ഇന്റൻഷൻ എന്താ ആക്ച്വലി ഒരു കൗണ്ട്. അപ്പൊ ഇന്റൻഷനിൽ എന്തോ പ്രശ്നമുണ്ട് അവിടെ ഇവിടെയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുളമായി പോയി. ഇല്ല, ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നാച്ചുറലി അത് അങ്ങോട്ട് ചിലപ്പോ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇത് പണ്ട് തൊട്ടേ ഈ അക്കൗണ്ട് ഞാനും അവനൊക്കെ നന്നായി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാവുന്നവരാണെങ്കിൽ ഞാനൊന്നും ഈ 15 വർഷം പ്രവർത്തിച്ച് ഞാനൊന്നും ഇന്ന് ഒരു ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവരായി മാറിയേനെയും. അത്രയും ഞാൻ സേവ് ചെയ്ത് വെച്ച് പോയേനെയും. അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ. അത് വളരെ മോശമായിട്ട് എനിക്ക് അതിനൊന്നും അറിയില്ല. അപ്പം ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഫിഗേഴ്സും ഞങ്ങൾ ബോധമല്ല. കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം വേണ്ടത്ര, പിന്നെ കുറച്ച് ബേസിക് ലക്ഷറീസ്, ബേസിക്. അത് ഏതൊരു ഇന്നത്തെ കോളേജ് യുവാവ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്ന ലക്ഷറീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പ്രിവിലേജസ് ലക്ഷറീസും അല്ല, മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ജീവിതം വളരെ ആ കാര്യത്തിൽ സിമ്പിളാണ്. ധ്യാൻ്റെ എൻ്റെയൊക്കെ എനിക്ക് പറയാം. അപ്പം അത് അവനറിയില്ല അതിനെ കുറിച്ചൊന്നും പറയാൻ. എനിക്കറിയാലോ. അവന് ലവ് ആക്ഷൻ ഡ്രാമയുടെ കണക്കുകൾ ഇന്ന് വരെ അവനോ ഞാനോ ഇടപെട്ടിട്ടില്ല. വിശാഖാണ് മുഴുവൻ ബുക്കുകളും ടേക്ക് കെയർ ചെയ്തേക്കണേ. ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ എന്ത് പറയാൻ. അവിടെയാണ് എനിക്ക് ആ ചോദിച്ച ആളോട് വിയോജിപ്പ്. എടാ നീ ഇവനോടല്ല ചോദിക്കണ്ടേ, ഡാർവിൻ ചേട്ടനോടാ ചോദിക്കണ്ടേ. ഓക്കെ, അതോടൊപ്പം ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ മറ്റേ നെടുമുടി വേണി സാർ പറഞ്ഞേക്കണ പോലെ എന്നും ഉണ്ടാവണം ഈ മലർവാടി കൂട്ടം അല്ലേ? എപ്പോഴും പറയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. സുഹൃത്തുക്കളുടെ കഴിവിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന വ്യക്തി. അത് സുഹൃത്തൊന്നുമല്ല, എനിബഡി. ഒരു നല്ല ഫോട്ടോഗ്രാഫ്, നല്ല എന്തും അതെനിക്കൊരു ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്തെന്നാണല്ലോ എൻ്റെ അർത്ഥം. നമുക്ക് ഒരു പോയിന്റ് സന്തോഷം ഉണ്ടാക്കുകയാണെങ്കിൽ അതാരും ആയിക്കോട്ടെ. ഇപ്പം സജിൻ എന്ന് പറഞ്ഞൊരു ആക്ടർ മലയാള സിനിമയിലോട്ട് വന്ന സമയത്ത് അംബാന് മുന്നേ സജിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ചുരുളി. അപ്പൊ അങ്ങനെ ഏതും ഞാൻ പറയുന്നത് അതൊരു മടി കൂടാതെ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിട്ടാണ് പൊതുവെ ഇന്റർവ്യൂസിൽ. ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഈ മടി എന്ന് പറയുന്നത്. ഞാൻ പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ ഇപ്പൊ എന്റെ ഇപ്പൊ പപ്പനെ കുറിച്ച് നല്ല പറയുന്നില്ലേ, അപ്പൊ എന്നിലെ പ്രേക്ഷകൻ ഒരാളുടെ പറയുന്നത്രേ ഉള്ളൂ. ഇനി വരുന്ന, എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഈ ഒരു ദിവസങ്ങളിൽ പപ്പൻ ഇനിയും ആഘോഷിക്കപ്പെടും. ഇതിപ്പോ തുടക്കം മാത്രമാണ്. പപ്പൻ എനിക്ക് അതാണ്, പപ്പൻ ഒരു ചുമ്മാ കഥാപാത്രമല്ല, ഒരു സോഷ്യൽ റെപ്രസെന്റേഷൻ. അതെ, സത്യം. അത് വിഷ്ണുവിന്റെ ആണ് പപ്പൻ. അത് നല്ലോണം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാരി ചെയ്തേക്കുന്നത്. ഓദർ സപ്പോർട്ട് ഹ്യൂജ് ആണ്. അത് എളുപ്പമല്ല. ഓക്കെ.